Module 4 next problem. 5 forces are acting on a particle. The magnitude of forces are 300 Newton, 600 Newton, 700 Newton, 900 Newton and P. Their respective angles with the horizontal are 0 degree, 60 degree, 135 degree, 210 degree and 270 degree. If the vertical component of all the forces is 1000 Newton, find the value of P. Also calculate the magnitude and direction of the resultant, assuming that the first force acts towards the point while the remaining forces act away from the point. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കുറച്ച് ഫോഴ്സസ് കൊടുത്തിട്ടുണ്ട് 300, 600, 700, 900 ആൻഡ് പി. 5 ഫോഴ്സസ് ആണ്. 5 ഫോഴ്സിനകത്ത് ഒരു ഫോഴ്സ് അൺനോൺ ഫോഴ്സ് ആണ്. ഫോഴ്സ് പി എന്ന് പറയുന്നത് അൺനോൺ ഫോഴ്സ് ആണ്. ഇനി ഈ ഫോഴ്സസിന്റെ ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ഫോഴ്സസ് ആർ ഇൻക്ലൈൻഡ്. ദ ഫസ്റ്റ് ഫോഴ്സ് 0 ഡിഗ്രി. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഹൊറിസോണ്ടൽ. ഫസ്റ്റ് ഫോഴ്സ് 0 ഡിഗ്രി. ഇനി ഓരോ ഫോഴ്സും കൊടുത്തിട്ടുണ്ട് 60, 135 ഡിഗ്രി, 210 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രീസ്. ഫോഴ്സിന്റെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടലും തന്നിട്ടുണ്ട്. ദ റെസ്പെക്റ്റീവ് ആംഗിൾസ് വിത്ത് ഹൊറിസോണ്ടൽ. ഇനി ക്വസ്റ്റിനകത്ത് ഒരു വാല്യൂ കൂടി തന്നിട്ടുണ്ട്. നമുക്കൊരു ഫോഴ്സ് അൺനോൺ ആണെന്ന് പറയുന്നു. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇഫ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ഈസ് 1000 ന്യൂട്ടൺ, the vertical component of all the forces, that means sigma v is equal to 1000 Newton. Sigma v യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ given ആണ് 1000 newtons. Sigma v is equal to 1000 newtons given ആണ് ക്വസ്റ്റ്യനിൽ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ അൺനോൺ ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെന്താണ്? Also calculate the magnitude and direction of the resultant. അപ്പോൾ നമ്മൾ P value calculate ചെയ്യണം. അതിനുശേഷം resultant R calculate ചെയ്യണം. Assuming that the first force act towards the point while the remaining force act away from the point. First force pointed towards ആണ്, remaining force acting away from the point ആണ്. അപ്പോൾ നമുക്ക് 5 ഫോഴ്സസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. 5 ഫോഴ്സസ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഈ 1 എന്ന് മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ആ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് എന്താണ്? ഹൊറിസോണ്ടൽ ആക്സിസ്, ഇത് വെർട്ടിക്കൽ ആക്സിസ്. ഇനി ഫസ്റ്റ് ഫോഴ്സ് acting towards the point in the question കൊടുത്തിട്ടുണ്ട്. The first force act towards the point. First force act towards the point. നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണ്. 300 ന്യൂട്ടൺ ആംഗിൾ എന്താ? 0 ഡിഗ്രി ആണ്. അപ്പോൾ 300 ന്യൂട്ടൺ 0 ഡിഗ്രി ആയതുകൊണ്ട് ഹൊറിസോണ്ടലി ആണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ടുവേർഡ്സ് ദ പോയിന്റ്. Acting towards the point. അപ്പോൾ 300 ന്യൂട്ടൺ ഫോഴ്സ്. Newton force acting towards the point. ഇനി അടുത്തത് 600 ന്യൂട്ടൺ. 600 ന്യൂട്ടൺ ആണ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ 600 ന്യൂട്ടൺ 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇത് 600 ന്യൂട്ടൺസ് ആണ്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രി. ഈ ആംഗിൾ 60 ഡിഗ്രീസ്. ഇനി അടുത്ത ഫോഴ്സ് 700 ന്യൂട്ടൺ. അപ്പോൾ 700 ന്യൂട്ടൺ ഫോഴ്സിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രി.
700 ന്യൂട്ടൻ്റെ ആംഗിൾ 135 ഡിഗ്രീസ്. 135 എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ക്വാഡ്രന്റിലേക്ക് വന്നു? സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വന്നു. സെക്കൻഡ് ക്വാഡ്രന്റ് ആംഗിൾ 135 ഡിഗ്രീസ്. അപ്പോൾ ഈ ആംഗിൾ ആണ് 135 ഡിഗ്രീസ്. ഫോഴ്സ് 700 ന്യൂട്ടൺ. ഇനി അടുത്ത ഫോഴ്സ് എന്ന് വെച്ചാൽ 900 ന്യൂട്ടൺ. 900 ന്യൂട്ടൺ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 210 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 210 ഡിഗ്രി ആകുമ്പോൾ അത് ഏത് ക്വാഡ്രന്റിലേക്ക് വന്നു? തേർഡ് ക്വാഡ്രന്റിലേക്കാണ് ഫോഴ്സ് പോകുന്നത്. തേർഡ് ക്വാഡ്രന്റിലേക്ക്. അപ്പോൾ ഫോഴ്സ് വാല്യൂ 700 ന്യൂട്ടൺസ്. സോറി, ഫോഴ്സ് വാല്യൂ 900 ന്യൂട്ടൺ. 900 ന്യൂട്ടൺ ആംഗിൾ ആണ് 210 ഡിഗ്രി. അപ്പോൾ 900 ന്യൂട്ടൺ ഫോഴ്സ് 210 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താണ്? 0 to 90 ഡിഗ്രി. സെക്കൻഡ് ക്വാഡ്രന്റ് 90 to 180 ഡിഗ്രി. തേർഡ് ക്വാഡ്രന്റ് 180 to 270 ഡിഗ്രീസ്. അത് ലാസ്റ്റ് ക്വാഡ്രന്റ് ആണ് 270 to 360 ഡിഗ്രി. നമ്മുടെ ലാസ്റ്റ് എന്താണ്? പി ഫോഴ്സ് ആണ്. പി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്താണ്? 270 ഡിഗ്രീസിലാണ് നമ്മുടെ ഫോഴ്സ് പി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് പി വരച്ചു. ഫോഴ്സ് പി 270 ഡിഗ്രീസിലാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് വെർട്ടിക്കൽ. ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ആംഗിൾ 270 ഡിഗ്രീസ്. ഇതാണ് 270 ഡിഗ്രീസ്. ഇനി നമ്മൾ 900 ന്യൂട്ടൺ ആംഗിൾ മാർക്ക് ചെയ്തില്ല. 900 ന്യൂട്ടൺ ആംഗിൾ 210 ഡിഗ്രി. ഈ ആംഗിളാണ് 210 ഡിഗ്രീസ്. 210 ഡിഗ്രീസ്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇൻക്ലൈൻ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് 300 ന്യൂട്ടൺ ഫോഴ്സിനെ റിസോൾവ് ചെയ്യേണ്ട. അടുത്ത നമ്മൾ റിസോൾവ് ചെയ്യാൻ പോകുന്നത് 600 ന്യൂട്ടൺ ഫോഴ്സിനെയാണ് റിസോൾവ് ചെയ്യാൻ പോകുന്നത്. 600 ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. അപ്പോൾ 600 ന്യൂട്ടൺ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റും വേർട്ടിക്കൽ കമ്പണന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണ് 600 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ്, ഹൊറിസോണ്ടൽ കമ്പണന്റ് ടുവേർഡ്സ് റൈറ്റ് സൈഡും വേർട്ടിക്കൽ കമ്പണന്റ് ടുവേർഡ്സ് അപ്വേർഡും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഫോഴ്സ് എന്തായിരിക്കും വരുന്നത്? ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് 600. ഇനി നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ് 60 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലുമായിട്ടാണ്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ വാല്യൂ ആണ് കോസ് കൊടുക്കുന്നത്. 600 കോസ് 60 ഡിഗ്രി. 600 കോസ് 60 ഡിഗ്രി. ഇനി വെർട്ടിക്കൽ കോമ്പണന്റ് എടുക്കുമ്പോഴോ? വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുമ്പോൾ 600 സൈൻ 60 ഡിഗ്രി. 600 സൈൻ 60 ഡിഗ്രി. ഓക്കെ, നമുക്ക് ആംഗിൾ കൊടുത്തിരിക്കുന്നത് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആണ്. അതുകൊണ്ടാണ് ഹൊറിസോണ്ടലിന്റെ കോമ്പണന്റ് കോസ് വാല്യൂ കൊടുത്തത്, വെർട്ടിക്കലിന്റെ കോമ്പണന്റ് സൈൻ വാല്യൂ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് 700 ന്യൂട്ടൺ. 700 ന്യൂട്ടന്റെ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 135 ഡിഗ്രി ആണ്. ഈ 135 എവിടെ നിന്നാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് മുതലുള്ള ഡിഗ്രി ആംഗിൾ ആണ് 135 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് 700 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ, സെക്കൻഡ് ക്വാഡ്രന്റിന്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് വെർട്ടിക്കൽ ആക്സിസിൽ നിന്നുള്ള ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മൾ എടുക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നുള്ള ആംഗിൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം 700 ന്യൂട്ടനെ റിസോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ആംഗിൾ മാർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഇതാണ്ടേ, ഈ ടോട്ടൽ എന്താണ്? 180 ഡിഗ്രി ആണ്. 180 മൈനസ് 135. 180 ഡിഗ്രി മൈനസ് 135 ഡിഗ്രി. 180 മൈനസ് 135 ഡിഗ്രി. സോ നമുക്ക് കിട്ടുന്നത് 45 ഡിഗ്രീസ്. അപ്പോൾ 700 ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 45 ഡിഗ്രീസ്.
ഇനി അടുത്ത് എന്ത് ചെയ്യേണ്ടേ, ഇതിനെ റിസോൾവ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അത് കണക്ക് തന്നെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആംഗിൾ ഉള്ള എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ് നമുക്ക് ആംഗിൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 700. ഇനി ആംഗിൾ എത്രയാണ്, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ആംഗിൾ ആണ് 45 ഡിഗ്രി. അപ്പോൾ ഹൊറിസോണ്ടലിൻ്റെ ഫോഴ്സ് വാല്യൂ കോസ് 700 കോസ് 45 degrees, 700 cos 45 degrees. ഈ vertical component എന്തായിരിക്കും അപ്പോൾ 700 sin 45 degrees, 700 sin 45 degrees. ഇനി അടുത്ത നമുക്കുള്ളത് 900 ന്യൂട്ടൺ ആണ്. ഈ 900 ന്യൂട്ടൻ്റെ ആംഗിൾ തന്നിരിക്കുന്നത് 210 ഡിഗ്രി. അതുകൊണ്ട് ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നുള്ള ആംഗിൾ ആണ് 210 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രം മതി, ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നുള്ള ആംഗിൾ മാത്രം മതി. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമുക്കറിയാം വേണ്ടേ, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 210 മൈനസ് 180 ഡിഗ്രീസ് ചെയ്യുമ്പോൾ 210 മൈനസ് 180 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് 210ക്കുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ 30 ഡിഗ്രീസ്. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. ഇനി എന്ത് ചെയ്യണം, അതിനെ റിസോൾവ് ചെയ്യണം, ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണൻ്റ് ആയിട്ടും റിസോൾവ് ചെയ്യണം. ഇതെന്താണ്, തേർഡ് ക്വാഡ്രൻറ്റിലാണ്. തേർഡ് ക്വാഡ്രൻറ്റിലാകുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്തായിരിക്കും, ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് വാല്യൂ എന്ന് പറയുന്നത് 900. ആംഗിൾ നമുക്ക് എന്താണ്, വിത്ത് റെസ്പെക്ട് ഹൊറിസോണ്ടൽ കിട്ടി 30 ഡിഗ്രി. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ കോസ് 30 ഡിഗ്രി. ഇനി വെർട്ടിക്കൽ കോമ്പണൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്തായിരിക്കും, ടുവേർഡ്സ് ഡൗൺ ആയിരിക്കും, താഴത്തേക്കായിരിക്കും വെർട്ടിക്കൽ കോമ്പണൻറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് വാല്യൂ എന്ന് പറയുന്നത് 900 സൈൻ 30 ഡിഗ്രി, 900 സൈൻ 30 ഡിഗ്രി. ഇനി നമുക്ക് അടുത്തുള്ള ഫോഴ്സ് എന്താണ്, അത് എന്താണ്, കറക്റ്റ് വെർട്ടിക്കലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ആയിരുന്നു ഫോഴ്സ് പി എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത്, ഈ വെർട്ടിക്കൽ ഫോഴ്സ് ആയിരുന്നു ഫോഴ്സ് പി എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ അൺനോൺ ഫോഴ്സ് പി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ അൺനോൺ ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റിനകത്ത് നമുക്കൊരു വാല്യൂ കൊടുത്തായിരുന്നു, സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ്. അപ്പോൾ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു -1000 ന്യൂട്ടൺ എന്ന് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു -1000 ന്യൂട്ടൺ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഗീവൺ ആയിരുന്നു സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു -1000 ന്യൂട്ടൺ. ഇനി നമുക്ക് ഓൾ വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാ, 600 സൈൻ 60 ഡിഗ്രി, 700 സൈൻ 45 ഡിഗ്രി, പിന്നെന്താ ഉള്ളത് 900 സൈൻ 30 ഡിഗ്രി, പിന്നെന്താണ് ഈ പി ഫോഴ്സ്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി എഴുതാം. നമ്മൾ എന്തൊക്കെ സൈൻ കൺവെൻഷൻ, അപ്വേർഡ് ഫോഴ്സസ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സസ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസിൽ നമുക്ക് എന്തൊക്കെ വരും, 600 സൈൻ 60, 600 സൈൻ 60, പിന്നെന്താണ് പ്ലസ് അടുത്ത വെർട്ടിക്കൽ ഫോഴ്സ് 700 സൈൻ 45 പ്ലസ് 700 സൈൻ 45 ഡിഗ്രി. ഇനിയുള്ള ഫോഴ്സസ് ഡൗൺവേർഡ് ഫോഴ്സസ് ആണ്. അപ്പോൾ മൈനസ് 900 സൈൻ 30, 900 സൈൻ 30 മൈനസ് പിന്നെന്താ ഉള്ളത്, അൺനോൺ ഫോഴ്സ് പി ആണുള്ളത്. P is equal to -1000 newtons. ഇനി ഇവിടെ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം,
ഫോഴ്സ് പി കാൽക്കുലേറ്റ്. 600 sin 60 plus 700 sin 45 minus 900 sin 30 minus p is equal to minus 1000 ആണ്. minus 1000. സിഗ്മ വി is equal to minus 1000 ന്യൂട്ടൺ എന്നായിരുന്നു. ഇവിടുന്ന് എന്ത് ചെയ്യുക, പി എന്ന് പറഞ്ഞ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പി എന്ന് പറഞ്ഞ ഫോഴ്സ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 1564. So unknown force P calculate ചെയ്തു 1564.59 newtons. 1564.59 newton. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിസൾട്ടന്റ് ഫോഴ്സ് R ആണ്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് R കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. റിസൾട്ടന്റ് ഫോഴ്സ് R is equal to root of sigma v square plus sigma h square. സിഗ്മ വി നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തൊക്കെയാണ് ഉള്ളത്? ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ ഫസ്റ്റ് നോക്കാം. എന്താണ്? ടുവേർഡ്സ് റൈറ്റ് പോകുന്ന ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ഫോഴ്സസ്, ടുവേർഡ്സ് ലെഫ്റ്റ് പോകുന്ന ഫോഴ്സസ് എല്ലാം നെഗറ്റീവ് ഫോഴ്സസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോഴ്സ് നോക്കാം. ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. 300 ന്യൂട്ടൺ ഫോഴ്സ് എങ്ങാണ്? ഈ ഒരു പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. ടുവേർഡ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാല്യൂ എന്തായിരിക്കും? -300. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 600 cos 60 ഡിഗ്രി. അതെങ്ങനെ? ടുവേർഡ്സ് റൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ 600 cos 60 ഡിഗ്രി. 600 cos 60 ഡിഗ്രി. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 700 cos 45. അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ, നെഗറ്റീവ് 700 cos 45 ഡിഗ്രി. 700 cos 45 ഡിഗ്രീസ്. ഇനി നെക്സ്റ്റ് ഫോഴ്സ് എന്താണ്? 900 cos 30 ഡിഗ്രി. അതും എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് -900 cos 45 ഡിഗ്രീസ്. 900 cos 45 അല്ല, cos 30 ഡിഗ്രീസ്. 900 cos 30 ഡിഗ്രീസ്. പിന്നെ ഉള്ളത് പി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് വി ആർ കാൽക്കുലേറ്റിംഗ് സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു -1274.4 ന്യൂട്ടൺ. 1274.4 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് സിഗ്മ എച്ചിൻ്റെ വാല്യൂ -1274.4 ന്യൂട്ടൺ എന്ന് കിട്ടി. സിഗ്മ വിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ വി സ്ക്വയർ പ്ലസ് സിഗ്മ എച്ച് സ്ക്വയർ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആറിൻ്റെ ആൻസർ കിട്ടുന്നത് റൂട്ട് ഓഫ് സിഗ്മ വി സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ. (1619.9 ന്യൂട്ടൺ. റിസൾട്ടന്റിന്റെ വാല്യൂ കിട്ടുന്നത് 1619.9 ന്യൂട്ടൺ. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡയറക്ഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. റിസൾട്ടന്റ് ആൽഫ വാല്യൂ, ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് എന്താണ്? സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 38.12 ഡിഗ്രീസ്. 38.12 ഡിഗ്രീസ്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 38.12 ഡിഗ്രീസ് ആണ് ആൻസർ കിട്ടുന്നത്.
അപ്പോൾ ഇവിടെ നമുക്കറിയാം സിഗ്മ എച്ചിൻ്റെ വാല്യൂം നെഗറ്റീവ് ആണ്, സിഗ്മ വിയുടെ വാല്യൂം നെഗറ്റീവ് ആണ്. അതുകൊണ്ട് റിസൾട്ടൻറ്റ് ഫോഴ്സ് എവിടെയായിരിക്കും വരുന്നത്? റിസൾട്ടൻറ്റ് ഫോഴ്സ് വരുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് വരുന്നത്. സിഗ്മ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ്, സിഗ്മ വിയുടെ വാല്യൂ നെഗറ്റീവ്. സോ റിസൾട്ടൻറ്റ് ഫോഴ്സ് വരുന്നത് എവിടെയായിരിക്കും? ഈ തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. അതാണ് 1619.9 ന്യൂട്ടൺ. അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഈ ആംഗിളാണ് 38.12 ഡിഗ്രീസ്. 38.12 ഡിഗ്രീസ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് മാർക്ക് ചെയ്യണം. റിസൾട്ടൻ്റ് ഏത് ക്വാഡ്രൻറ്റിലാണ് എഴുതണം. അതാണ് റിസൾട്ടൻ്റെ വാല്യൂ R ഈസ് ഈക്വൽ ടു 1619.9 ന്യൂട്ടൺ. ആംഗിളും കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും വാല്യൂസ് മാർക്ക് ചെയ്യുക ആൻസർ പേപ്പറിൽ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.